ട്രേഡേഴ്സ് മാർക്കറ്റ് നമ്മുടെ ലൈനിൻ്റെ താഴത്താണ് ട്രേഡേഴ്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഒരു വീക്ക്ലി CPRൻ്റെ ഒരു വലിയൊരു സപ്പോർട്ടിനെയും കൂടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ ഇവിടെ ഒരുപാട് പേര് സെൽ സൈഡ് എൻട്രി എടുക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ നമ്മളുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ന് വെച്ചാൽ കോൾ സൈഡ് ഞാൻ എൻട്രി എടുത്തുണ്ട് ട്രേഡേഴ്സ്. മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ തൊട്ടേ എനിക്കൊരു ബൈയിങ് സൈഡ് മൊമെൻറ്റമാണ്. നമ്മുടെ ലൈനിനെ ബ്രേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഞാൻ ട്രേഡിൽ എൻട്രി എടുത്തു. ഏകദേശം ഇപ്പോൾ ഈ ഒരു ലെവലിലാണ് നമ്മുടെ ഒരു എൻട്രി. അപ്പോൾ ഇവിടെ ഒരു CPRനെ വെച്ച് പ്ലോട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു നല്ലൊരു വീക്ക്ലി പിവോട്ടിനെ അല്ലെങ്കിൽ മന്ത്ലി പിവോട്ടിനെ ആണ് ഇവിടെ ബ്രേക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സോ അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരുപാട് പേര് അവിടെ വന്ന് സെൽ സൈഡ് എൻട്രി എടുക്കാൻ ചാൻസ് ഉണ്ട്. സോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ കോൾ സൈഡ് എൻട്രി എടുത്തു. ഇപ്പോൾ ഈ ഫോം ചെയ്ത ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ തൊട്ട് മുന്നേ അല്ലെങ്കിൽ ആ ഒരു ക്യാൻഡിലിന് ഫോം ആയിക്കൊണ്ടിരുന്നപ്പോൾ ട്രേഡ് എടുക്കണം എന്ന് വിചാരിച്ചാൽ പിന്നെ നമ്മുടെ ഒരു കൺവിക്ഷൻ മാത്രം വെച്ചുകൊണ്ട് ട്രേഡ് എടുത്തിട്ട് കാര്യമില്ല. ഇതാ ഇപ്പോൾ അഗൈൻ നമ്മൾ കോസ്റ്റിൽ തന്നെയാണ് ട്രേഡേഴ്സ് റൺ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു കൺവിക്ഷൻ മാത്രം വെച്ചെടുത്തുകൊണ്ട് കാര്യമില്ല എന്നോർത്താണ് ഞാനത് വെയിറ്റ് ചെയ്തു. ക്യാൻഡിലിൻ്റെ ക്ലോസ് കിട്ടി. ക്യാൻഡിലിൻ്റെ ക്ലോസിന് ശേഷം ഹൈയെ ബ്രേക്ക് ചെയ്തതിന് ശേഷം റിട്രേസ് ചെയ്തു. അങ്ങനെ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് നിന്നിട്ട് വളരെ നോക്കി കണ്ട് എടുത്തൊരു ട്രേഡാണ്. നോ ഇഷ്യൂ. ഇനിയിപ്പോൾ നമുക്ക് എത്ര ചെയ്താലും നമുക്ക് എഗനിസ്റ്റ് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് 50-50 ആണ്. സോ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കാൻ ട്രേഡേഴ്സ് 49,000ൻ്റെ കോൾ ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്തത്. അപ്പോൾ 49,000 അപ്പോൾ 1116 നമുക്ക് നമ്മളുടെ എൻട്രി കിട്ടിയത്. 1116 38 പോയിൻറ്റ്സ് നമ്മളുടെ സാധാ വയ്ക്കുന്ന പോലത്തെ തന്നെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ 1116 മൈനസ് 38 അപ്പോൾ 1078ഉം 1079ഉം ഓക്കെ. ട്രിഗർ പ്രൈസ് വന്നിട്ട് 79ഉം 78 നമ്മളുടെ സ്റ്റോപ്പ് ലോസും കൊടുത്തിട്ടുണ്ട് ട്രേഡേഴ്സ്. ഒരു 38 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏതായാലും കൊടുത്ത് ഇൻടെക്റ്റ് ആണ്. ചെറിയൊരു ലോസ് റണ്ണിങ് ആണ്. ഇപ്പോൾ നമ്മളുടെ ലൈനെ വന്ന് തിരിച്ച് റീടെസ്റ്റ് എടുക്കുമ്പോൾ ഒരുപാട് പേര് ഇവിടെ സെല്ല് ഹോൾഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മീൻസ് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ സ്റ്റോപ്പ് ലോസുകളൊക്കെ മേളിലാണ്. അപ്പം നല്ലൊരു മൊമെൻറ്റം അപ്സൈഡ് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് പേര് സെല്ല് ചെയ്തിട്ടുള്ളതുകൊണ്ട് അവരുടെ സ്റ്റോപ്പ് ലോസിനെ ബ്രേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ സ്റ്റോപ്പ് ലോസിനെ എടുക്കാൻ വേണ്ടി മേളിലേക്ക് പോകാനുള്ള ചാൻസസ് ആർ വെരി ഹൈ സ്റ്റിൽ നൗ. ഓക്കെ, ഇനിയിപ്പോൾ അതൊക്കെ 50 പറഞ്ഞ പോലെ തന്നെ 50% ചാൻസസ് ആണ്. സോ അങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്കൊരു ഒരു പ്രെഡിക്ഷൻ വയ്ക്കാം, ഒരു കൺവിക്ഷൻ വയ്ക്കാമെന്ന് മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിലുള്ളൂ. സോ അങ്ങനെ നമ്മളൊരു ഫുള്ളി ഒരു ഇതൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ മാർക്കറ്റ് മേലിലോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ വലിയ സമയം എടുക്കാൻ ചാൻസ് ഇല്ല. കാരണം ഈ സ്റ്റോപ്പ് ലോസ് ഉള്ളിടത്തോട്ട് എല്ലാവരും ചോദിക്കുകയെ എങ്ങനെയാണ് നമ്മൾ കൺവിക്ഷൻ വയ്ക്കുന്നത്, നമ്മൾ അപ്പ് സൈഡാണോ ഡൗൺ സൈഡാണോ അതെങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരാമെന്ന്. വളരെ സിമ്പിൾ ആയ കാര്യം ഞാൻ എല്ലാ വീഡിയോസിലും എനിക്ക് പറ്റാവുന്ന എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ടല്ലോ. ഇപ്പോൾ നോക്ക്, ഇപ്പോൾ കണ്ടിന്യൂസ്ലി സെല്ലിംഗ് ആയിക്കഴിഞ്ഞ് ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയ കൂടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ആ സപ്പോർട്ടിനെയും കൂടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ആ സൈഡിൽ എൻട്രി എടുത്തിട്ടുണ്ടാവും. ഇന്നത്തെ ലോജിക്കായിട്ട് ഞാൻ പറയണം. അപ്പോൾ എല്ലാവരും ഇന്ന് അവിടെ ഒരു സെൽ സൈഡ് എൻട്രി എടുത്തിട്ടുണ്ടാവും, ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ടാവും. ഈ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ തൊട്ട് മേളിലായിരിക്കും. അപ്പോൾ മാർക്കറ്റ് എപ്പോഴും എൻ്റെ ഒരു ഇത് വെച്ചിട്ട് മാർക്കറ്റ് എപ്പോഴും ചലിക്കുന്നത് സ്റ്റോപ്പ് ലോസുകൾ എവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസുകൾ മാർക്കറ്റ് ഒരിക്കലും നമുക്ക് ടാർഗറ്റ് തരാനോ അല്ലെങ്കിൽ നമ്മളുടെ പ്രോഫിറ്റ് അച്ചീവ് ചെയ്യിക്കാനോ ഒന്നും അല്ല മാർക്കറ്റ് ഇരിക്കുന്നത്. പിന്നെ ഇപ്പോൾ സ്റ്റഡീസിനെതിരല്ല ഞാൻ പറയുന്നത്. ഇപ്പം ഒരു കാരണവശാലും നമ്മൾ സ്റ്റഡീസ് വെച്ചിട്ട് ഇതിനെ ട്രേഡ് ചെയ്താൽ നമ്മൾ പ്രോഫിറ്റബിൾ ആവില്ല. കാരണം എല്ലാവർക്കും അറിയാമല്ലോ സപ്പോർട്ടിൽ ബൈ ചെയ്യണമെന്നും റെസിസ്റ്റൻസിൽ സെല്ല് ചെയ്യണമെന്നും ഇതെല്ലാവരും ചെയ്യില്ലേ. ഇതിപ്പം ഈ എന്താ പറയുക മാർക്കറ്റ് ഓപ്പറേറ്റേഴ്സിനും അറിയാമല്ലോ. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇപ്പോൾ റെസിസ്റ്റൻസിൽ സെല്ല് ചെയ്തപ്പോൾ അവരുടെ സ്റ്റോപ്പ് ലോസ് എവിടെ ഇരിക്കുന്നതെന്നും അവരുടെ സ്റ്റോപ്പ് ലോസ് എവിടെ വയ്ക്കുമെന്നും ഇപ്പം നമ്മളെപ്പോലത്തെ ഒരു കുഞ്ഞു റീറ്റെയിലർ, ഏറ്റവും നമ്മളെന്നൊക്കെ പറഞ്ഞാൽ വളരെ ഒരു മണൽത്തടിയുടെ അത്ര കൂടിയുള്ളൊരു റീറ്റെയിലറാണ്. വളരെ 1000-2000 രൂപയൊക്കെ പ്രോഫിറ്റ് എടുക്കുന്ന വളരെ കുഞ്ഞു റീറ്റെയിലർ. അപ്പോൾ നമ്മളെപ്പോലെയുള്ള കുഞ്ഞു റീറ്റെയിലർക്ക് അതറിയാമെങ്കിൽ ബിഗ് പ്ലേയേഴ്സിന് എന്തൊക്കെ അറിയാൻ പറ്റുമായിരിക്കും അല്ലേ. അപ്പോൾ സോ അതൊരു നമ്മൾ സ്റ്റഡീസിനെതിരെ പറഞ്ഞതല്ല. സോ നമ്മളെപ്പോഴും സ്റ്റഡീസ് മാത്രം വെച്ചുകൊണ്ട് നമ്മൾ മുന്നേറിയാൽ അതൊരു സീൻ. അപ്പോൾ നമ്മളുടെ ഒരു കൺവിക്ഷനും സ്റ്റോപ്പ് ലോസും ഒക്കെ എവിടെ ഇരിക്കണമെന്നും കൂടെ നമ്മളൊന്ന് നോക്കി കൈകാര്യം ചെയ്യേണ്ടി വരും.
നമുക്കപ്പോൾ സ്റ്റോപ്പ് ലോസിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പടിയും കൂടെ മേളിലേക്ക് കയറി നിന്ന് ചിന്തിക്കണം. കാരണം കറക്റ്റാണ്, റെസിസ്റ്റൻസിൽ സെല്ല് ചെയ്തു, പക്ഷേ ആ സെല്ല് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസും കൂടെ ഇച്ചിരി പ്രോപ്പർ സ്ഥലത്ത് എല്ലാവരും വയ്ക്കുന്നിടത്ത് വരാതെ ഒരു സ്റ്റെപ്പും കൂടെ താഴ്ത്തി വെച്ചാൽ നമുക്ക് ആ മാർക്കറ്റിൻ്റെ റിട്രേസ്മെൻറ്റിൻ്റെ സമയത്ത് നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. സോ അങ്ങനെയുള്ള ഒരു സ്റ്റഡീസും കൂടെ വയ്ക്കുക. ഇപ്പോൾ ഞാനിതൊരു 940 ക്യാൻഡിലിൻ്റെ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തെടുത്തു. അപ്പം ഞാൻ പറയണത് എല്ലാവരും ഇത് ബ്ലൈൻഡ്ലി വിശ്വസിച്ച് ഇത് തന്നെ ട്രേഡ് ചെയ്യണം എന്നല്ല. ഞാൻ പറയണത് ഇപ്പം ഞാനിതൊക്കെയാണ് എൻ്റെ ഫൈൻഡിങ്സ്. അപ്പം ഞാനത് വളരെ ഓപ്പണായിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത്, കാരണം ആർക്കെങ്കിലും ഒക്കെ ഇത് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളിതിനെ നിങ്ങളുടേതായ രീതിയിലാണ് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇൻഡിക്കേറ്ററിനെ ആഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് 2 പ്രാവശ്യമൊക്കെ ഹിറ്റ് ചെയ്ത് അപ്പോൾ അതിന് എന്തെങ്കിലും ഇൻഡിക്കേറ്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാൻഡിൽ സ്റ്റിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാറ്റേൺ അവിടെ ഫോം ചെയ്യുന്നുണ്ടോ, അതൊക്കെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ എനിക്കും കൂടെയൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ നമുക്ക് എല്ലാവർക്കും മുന്നേറാം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇതിൻ്റെ അകത്ത് ആൾക്കാരെന്നെ സാറെന്നോ എന്നൊക്കെ വിളിക്കുമ്പം ഞാൻ റെഫ്യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ സാറൊന്നും അല്ല, നമ്മൾ വളരെ എല്ലാവരെ പോലെ ഒന്നും ലേണിംഗ് സ്റ്റേജിലിരിക്കുന്ന ഒരാളല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ അപ്പം ഞാൻ ഈ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തപ്പം ഇതിൻ്റെ അകത്തുള്ള തെറ്റുകുറ്റങ്ങളും അല്ലെങ്കിൽ ഇതിനെ റിഫൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടെ എന്തെങ്കിലും ചെയ്യാം. മനസ്സിലായോ? ട്രേഡേഴ്സ് നമ്മുടെ ടാർഗറ്റിൻ്റെ അടുത്തെത്തുന്നുണ്ട്. ട്രേഡേഴ്സ് 48 നമ്മളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1166 1166. ഓക്കെ, അപ്പോൾ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയാം, 50 പോയിൻറ്റ്സിൻ്റെ ഒരു പ്രീമിയം ടാർഗറ്റും കൂടെ വെച്ചിട്ടുണ്ട്. 2000+, ഇപ്പോൾ ഒരു 3000+ൻ്റെ പ്രോഫിറ്റ് റൺ ചെയ്തായിരുന്നു ട്രേഡേഴ്സ്. ഇനിയിപ്പോൾ എനിക്ക് ഭയങ്കര ഉറപ്പുണ്ടായിരുന്നു ഈ ഒരു ട്രേഡ് ഇവിടെ ഒരു റിജക്ഷൻ വരുന്നുണ്ട് നമ്മുടെ ലൈനിൽ. ഇനി അതെങ്ങാനും സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ താഴത്തോട്ട് വരാൻ ചാൻസ് ഉള്ളൂ. ഇല്ലെങ്കിൽ ഒരു 100% എനിക്ക് ഭയങ്കര ഒരു ഷുവാരിറ്റി ഉള്ള ഒരു ട്രേഡാണത്. കാരണം എല്ലാവരും ഓക്കെ ഫൈൻ ഓക്കെ ഞാൻ പറഞ്ഞ വളരെ സിമ്പിളായിട്ട് നമ്മളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് ട്രേഡ് 4000+ൻ്റെ ഒരു ടാർഗറ്റ് നമ്മൾ പ്രീമിയം വൈസ് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഏരിയ വെച്ചിട്ടായിരുന്നെങ്കിൽ കൂടെ അച്ചീവ് ചെയ്തേനെ. സോ വളരെ സിമ്പിൾ ട്രേഡായിരുന്നു. നമ്മുടെ ലൈനിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടുന്ന് ട്രേഡ് എടുക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ മാർക്കറ്റ് താഴത്ത് വന്നിട്ട് പിന്നെ മേലിലേക്ക് പോയപ്പോഴാണ് നമുക്ക് എൻട്രി കിട്ടിയത്. ജസ്റ്റ് ഈ ക്യാൻഡലിൻ്റെ ഹൈയെ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മളുടെ ട്രേഡിൽ എൻട്രി ചെയ്തു. സ്റ്റോപ്പ് ലോസ് 38 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസും വെച്ച്. ഇതായിരുന്നു ഇന്നത്തെ ട്രേഡും ലോജിക്കും ട്രേഡേഴ്സ്. എനിക്ക് ഒരു മെയിൽ വന്നിട്ട് കുറേ ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീരാഗ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ. അപ്പോൾ ഞാൻ ഒരു എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആ പുള്ളി ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം ഏതാണ്, ഓപ്ഷൻസ് ചെയ്യണമെങ്കിൽ ഓപ്ഷൻ ബൈ ചെയ്യണമെങ്കിൽ എത്ര ക്യാപിറ്റൽ യൂസ്ഫുൾ ആണ് അല്ലെങ്കിൽ എത്ര ക്യാപിറ്റൽ യൂസ് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിൾ ട്രേഡാണ് ട്രേഡേഴ്സ്. നമ്മൾ എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നു, നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണം, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. സോ അപ്പോൾ എത്ര ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നു വേണം അല്ലെങ്കിൽ എത്ര ക്യാപിറ്റൽ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എത്രയാണോ നിങ്ങളുടെ ക്വാണ്ടിറ്റി എത്രയാണോ. ഈ ക്വാണ്ടിറ്റി എന്നൊക്കെ എഴുതുമ്പോഴേ ഞാൻ വെറുതെ ഇത് കൈവച്ച് എഴുതുന്നതുകൊണ്ടായിട്ട് അതൊക്കൊന്ന് ശ്രമിക്കണേ. അപ്പം എത്ര ക്വാണ്ടിറ്റിയാണ് നിങ്ങൾ എടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റ് റൺ ചെയ്യുന്നത്. ഓക്കെ, ഈ കറണ്ട് മാർക്കറ്റ് റണ്ണിങ് പ്രൈസ്, ഈ കറണ്ട് മാർക്കറ്റ് റണ്ണിങ് പ്രൈസിനെ വെച്ചിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. എത്രയാണ് നിങ്ങൾക്ക് ക്യാപിറ്റൽ വേണ്ടതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ നമ്മളുടെ കോൾ സൈഡ് ആണ് എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ പ്രീമിയം സെലക്ട് ചെയ്യുക? 300 പോയിൻറ്റ് ഇപ്പം ഉള്ള കറൻറ്റ് മാർക്കറ്റ് പ്രൈസിനെ വെച്ചിട്ട് ഒരു 300 പോയിൻറ്റ്സ്. ഇപ്പോൾ പ്രൈസ് ഒരു 49,000 ആണെന്നിരിക്കട്ടെ. ആ 49,100 ഓക്കെ, ഇപ്പം 49,100 ഓക്കെ. 49,100 300 പോയിൻറ്റ് താഴെ വരെ. മനസ്സിലായോ? ഒരു 100 പോയിൻറ്റ്, അടുത്ത 100 പോയിൻറ്റ്, അതിൻ്റെ അടുത്ത് 100 പോയിൻറ്റ്, അങ്ങനെ 49,000 അല്ലെങ്കിൽ 49,900 ആ ഒരു റേഞ്ച്. അങ്ങനെ ഒരു മാക്സിമം ഒരു 300 പോയിൻറ്റ് വരെ. വലിയൊരു ഔട്ട്സൈഡ് ഒരുപാട് ഔട്ട്സൈഡ് പോയി നിങ്ങൾ ബൈ ചെയ്യരുത്. മനസ്സിലായോ? ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അതിനേക്കാളും മാക്സിമം ഒരു 300 പോയിൻറ്റ് വരെ വേണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം. ചിലപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എടുത്തോ ബൈ ചെയ്തോ നോ ഇഷ്യൂ. അല്ലെങ്കിൽ മാക്സിമം ഒരു 300 വരെ കോൾ ഓപ്ഷൻ ആണെങ്കിൽ. ഇനി പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ നേരെ തിരിച്ച് കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അതിനേക്കാളിലും പ്ലസ്, ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അതിനേക്കാളിലും പ്ലസ് 300 പോയിൻറ്റ്. 300 പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 49,000 ആണെങ്കിൽ 49,100 ഇപ്പോൾ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലസ് 100 എന്ന് പറയുമ്പോൾ 41,100 പുട്ട് ഓപ്ഷൻ നിങ്ങൾക്ക് ബൈ ചെയ്യാം. 41,200 പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. 41,300 പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. മനസ്സിലായോ? അങ്ങനെ മാക്സിമം ഒരു 300 പോയിൻറ്റ് വരെ പോയി ബൈ ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പം ഈ ഒരു കറണ്ട്
ക്യാപിറ്റൽ എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പം 49,100 കറക്റ്റ് മാർക്കറ്റ് റണ്ണിങ് പ്രൈസ്. ഓക്കെ, നമുക്ക് അതിൻ്റെ അകത്ത് നമ്മളൊരു 100 പോയിൻറ്റ്സ് താഴ്ത്തി ഒരു കോൾ ഓപ്ഷൻ ബാങ്ക് നിഫ്റ്റി. ഓക്കെ, 49,100 കോൾ ഓപ്ഷൻ എത്ര വന്നു? ഇപ്പം മാർക്കറ്റ് ലെവലിൽ ഇപ്പം മാർക്കറ്റിൻ്റെ അകത്ത് നമുക്ക് ക്വാണ്ടിറ്റി 30. ഇപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റിയൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ ക്വാണ്ടിറ്റി ചെയ്യാൻ വേണ്ടി ഇപ്പോൾ റൺ ചെയ്യുന്ന കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് വെച്ച് നിങ്ങൾക്ക് ഈ 32,000 സംതിങ് രൂപയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇവിടെ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ മാർജിൻ എത്ര വേണമെന്ന് അവിടെ താഴത്ത് കാണിച്ച് തരും. മനസ്സിലായി? അപ്പോൾ നമ്മൾ എത്ര ക്വാണ്ടിറ്റി ആണോ നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ക്യാപിറ്റൽ കീപ്പ് ചെയ്യേണ്ടത്. അല്ലാതെ എത്ര ക്യാപിറ്റൽ വേണം എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അതായിരിക്കണം നമ്മളുടെ ക്യാപിറ്റൽ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തൊരു ചോദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ളൊരു ചോദ്യമാണ്. എൻ്റെ ക്യാപിറ്റൽ ഇതിൻ്റെ അകത്ത് തിരിച്ച് കിട്ടുമോ എന്ന്. ഓക്കെ, അതിനൊരു രസകരമായ മറുപടി കാണിച്ചു തരാം. ഇതാണ് ഇപ്പം നിങ്ങൾ 1,00,000 രൂപയും കൊണ്ട് നിങ്ങൾ മാർക്കറ്റിൽ വന്നു. ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ ബൈ ചെയ്തു. നോക്കി എത്ര അപ്സൈഡ് മൊമെൻറ്റം നടന്നു. നമുക്ക് ഇവിടെ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. നോക്ക്, 600 പോയിൻറ്റ്സിൻ്റെ അപ്സൈഡ് മൊമെൻറ്റം നടന്നു. നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾ മാർക്കറ്റിൽ ഒരു 1,00,000 രൂപയായിട്ട് വരികയാണ്. നിങ്ങളൊരു 2.5-ക്കുള്ളിൽ വിത്തിൻ 1 hours നിങ്ങൾ 600 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ 600 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് വെച്ച് നോക്കിക്കോ. ഒരു 300 പോയിൻറ്റ്സ് ഏകദേശം എന്നുള്ള രീതിയിൽ എടുത്തു. ഇപ്പോൾ 120 ക്വാണ്ടിറ്റിയാണ് നിങ്ങൾ ബൈ ചെയ്തതെന്നിരിക്കട്ടെ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ എത്ര സുരക്ഷിതമാണ് എന്ന് നിങ്ങളുടെ ചോദ്യത്തിനുള്ള എക്സാമ്പിളാണ്. അപ്പം ഒരു 650 ഒരു 700 പിടിച്ചോ. 700 പോയിൻറ്റ് മേളിൽ പോയത് 350 പോയിൻറ്റ്സ് ഓപ്ഷനിൽ. അപ്പോൾ 120 × 350 എത്ര വന്നു? 42,000 രൂപ. നിങ്ങൾ 1 lakh കൊണ്ട് നിങ്ങൾ മാർക്കറ്റിൽ 1.5 വന്നിട്ട് നിങ്ങൾ 2.40 ആയപ്പം എത്ര രൂപ എടുത്തു? നിങ്ങൾ 42,000 രൂപ. ക്യാൻ യു ഇമാജിൻ ദ പെർസെൻറ്റേജ് യു ഗോട്ട് ഇൻ ദിസ് ട്രേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങൾ ക്യാപ്ചർ ചെയ്തു എന്നറിയാൻ പറ്റുമോ? അപ്പോൾ ഇന്ന് FDയും മ്യൂച്വൽ ഫണ്ടും ഒക്കെ തരുന്ന പെർസെൻറ്റേജും കൂടെ വെച്ച് നിങ്ങൾ നോക്കിക്കൊള്ളാം എത്ര പെർസെൻറ്റേജ് ഗ്രോത്താണ് നിങ്ങൾക്ക് വന്നത്. നിങ്ങൾ വെറും 1 lakh റുപ്പീസുമായിട്ട് വന്നിട്ട് മാർക്കറ്റ് 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് 42,000 രൂപ ഒന്ന് മീൻസ് നിങ്ങൾ തിരിച്ചു പോകുന്ന 1,42,000 രൂപയായിട്ടാണ്. ഓക്കെ, അത് വളരെ നല്ല കാര്യം. ഓക്കെ, ഇനി അടുത്തൊരു കേസും കൂടെ നോക്കണം. ഇവിടെ ഈ ഒരു ഏരിയയിലാണ് വന്ന് നിങ്ങൾ മാർക്കറ്റിൽ ബൈ ചെയ്തെന്നിരിക്കട്ടെ. മാർക്കറ്റ് അപ് ട്രെൻഡാണ്. ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായി, റിട്രേസ്മെൻറ്റ് കഴിഞ്ഞ് നിങ്ങൾ ബൈ ചെയ്തു. നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഒന്നും വെച്ചിട്ടില്ല. ഇവിടെ എത്തി. അപ്പോഴും നിങ്ങൾക്ക് ഭയങ്കര ഹോപ്പാണ് മാർക്കറ്റ് മേളിലേക്ക് പോകുള്ളൂ. പിന്നെയും താഴത്തെത്തി. നിങ്ങളുടെ ഈഗോ വർക്ക് ചെയ്തു. നിങ്ങൾ എക്സിറ്റ് ചെയ്തില്ല. നിങ്ങൾ ഇവിടെ സെല്ല് ചെയ്ത ഇവിടെ ബൈ ചെയ്ത് വെച്ചിരുന്ന ആൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കാതെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ നോക്കുക എവിടെ എത്തി നോക്കി. ഏകദേശം ഒരു 1000 പോയിൻറ്റ്സിൻ്റെ ഫോളാണ് സംഭവിച്ചത്. നിങ്ങൾ ചെയ്തിരുന്ന ബൈ ആയിരുന്നു. ഓക്കെ, വിത്തൗട്ട് എനി സ്റ്റോപ്പ് ലോസ്. അപ്പം നിങ്ങൾ സെയിം 120 ക്വാണ്ടിറ്റിയാണ് ട്രേഡ് ചെയ്തത്. ഓക്കെ, ഇനി 500 500 പോയിൻറ്റ്സ് ആണ് നിങ്ങൾക്ക് ഫോള് കിട്ടിയത്. നിങ്ങൾക്ക് എഗനിസ്റ്റ് പോയത് എത്ര രൂപ നിങ്ങൾക്ക് ലോസ് വന്ന്? 60,000 റുപ്പീസ് നിങ്ങൾക്ക് ലോസ് വന്നു. മനസ്സിലായോ? നിങ്ങൾ 1 lakh റുപ്പീസുമായിട്ട് വന്നിട്ട് സെയിം ഒരു മണിക്കൂറുള്ളിൽ നിങ്ങൾ 40,000 രൂപയായി നിങ്ങളുടെ പൈസ. മനസ്സിലായോ? അപ്പോൾ ഓപ്ഷൻസിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ബൈ എടുത്താൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കണം. നിങ്ങളുടെ ചിന്ത മേളിലേക്ക് പോകുന്ന, പക്ഷേ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കണം. അത് സ്റ്റോപ്പ് ലോസ് എന്തിനാണ് വയ്ക്കുന്നത്? ഞാൻ തീരുമാനിച്ച് ഇവിടെ എനിക്ക് ഇവിടെ വയ്ക്കാം അല്ലെങ്കിൽ ഇവിടെ വയ്ക്കാം. ഇത് രണ്ടും എനിക്ക് ബെയറബിൾ ഡിസ്റ്റൻസ് ആണ്. എനിക്കത് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ സ്റ്റോപ്പ് ലോസ് ഞാൻ ബെയർ ചെയ്യാൻ തയ്യാറാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ അതേപോലെ നിങ്ങളുടെ ക്യാപിറ്റൽ കത്തിപ്പോയത് കണ്ടോ? മനസ്സിലായോ? ക്യാപിറ്റൽ എങ്ങനെ ഇൻക്രീസ് ചെയ്തോ അതേപോലെ കത്തിപ്പോവാനും ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത് ഞാൻ ഏത് എക്സ്പയറിയിലാണ് വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ മന്ത്ലി എക്സ്പയറിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതൊക്കെ ഇപ്പോൾ വീഡിയോ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, എനിവൈസ് എല്ലാവർക്കും എല്ലാ ഡൗട്ടും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്ന് കമൻറ്റ് ചെയ്യണേ. ബൈ, താങ്ക് യു.